ദേ നമ്മുടെ ചെമ്മീനും മാങ്ങയും നമ്മള് ചോറിൽ ഒഴിച്ചുണ്ണാൻ പോവാണ്. ഇത് മൊമ്മയുടെ ചോറാന്നാ മൊമ്മ പറഞ്ഞേ. കുഴച്ചങ്ങ് ഒഴിക്കാം അല്ലേ? അതെ അതെ അതെ, അടിപൊളി. ഓ, ഇപ്പൊ ചോറ് കാണാൻ വരാത്ത പോലെ ആയല്ലോ കറി. ഇന്ന് നമ്മളൊരു നാടൻ ഒഴിച്ചുകറിയാ തയ്യാറാക്കണം. അതായത് പച്ച മാങ്ങയും ഉണക്ക ചെമ്മീനും കൂടെ തേങ്ങ അരച്ചുള്ള ഒഴിച്ചുകറി. നമ്മൾ പച്ച മാങ്ങയും പച്ച ചെമ്മീനും ഇട്ടുള്ള ഒഴിച്ചുകറി ഓൾറെഡി കഴിഞ്ഞ വർഷം മാങ്ങയുടെ സീസണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി പണ്ടത്തെ കാലത്ത് ഉണക്കച്ചെമ്മീൻ ചേർത്താൽ കൂടുതലും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കാരണം അന്നൊക്കെ ഉണക്കച്ചെമ്മീനാണ് ലഭ്യത കൂടുതൽ. അപ്പം എനിക്ക് തോന്നി അന്നത്തെ ആ ടേസ്റ്റ് നമുക്കൊന്ന് പരീക്ഷിച്ച് കളയാം. അപ്പം അതിന് വേണ്ടി ഞാൻ ഉണക്കച്ചെമ്മീൻ, അപ്പം ഞാൻ അളവ് പറയാം കേട്ടോ. ഒരു ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഒരു തേങ്ങയുടെ 2 മുറിയും ചിരണ്ടിയിട്ടുണ്ട്. ഫുൾ ചിരണ്ടിയതാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതി എരിവ് മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5-6 ചുമന്നുള്ളി, ചെറിയ ചുമന്നുള്ളി കേട്ടോ ഇപ്പം കിട്ടണത്. 5-6 ചുമന്നുള്ളി, ഒരു 2 വെളുത്തുള്ളി, പിന്നെ ഒരു പിഞ്ച് കറിവേപ്പില. അത് പതിവുള്ളതാണ്. ഇത്രയും നമുക്ക് ഇതിന് വേണ്ടി അരച്ചെടുക്കണം. ഞാൻ ഇതിൽ ജീരകം ചേർക്കാറില്ല കേട്ടോ. ജീരകം ചേർക്കണവരുണ്ട്, ഞാൻ ഈ അരപ്പിന് ജീരകം ചേർക്കാറില്ല. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മാങ്ങ, 2 ചെറിയ മാങ്ങ, നമ്മുടെ മാവിലി അല്ല, നമ്മൾ വാങ്ങിച്ചതാണ് മാർക്കറ്റിൽ നിന്ന്. മൂവാണ്ടമാങ്ങയാണിത്. അത് 2 ചെറിയ മാങ്ങ പച്ച മാങ്ങ തൊണ്ടി എത്തി കഴുകി വൃത്തിയാക്കി വേവിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണതാണ്. അതിന് കൂടാനായിട്ട് ഒരു നുള്ള ഉണക്ക ചെമ്മീൻ. ഞാൻ കയ്യിലൊന്നെടുത്ത് സൂം ചെയ്യണമെങ്കിൽ ചെയ്തോ. അത് ഇങ്ങനെ കിള്ളിയെടുത്തതാ, തലയും വാലും കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാ ഉണക്ക ചെമ്മീൻ കേട്ടോ. ഈ ഉണക്ക ചെമ്മീൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ചീനിച്ചട്ടിയിലോ അല്ലെങ്കിൽ തവയിലോ ഏതിലെങ്കിലും ഒക്കെ ഇട്ട ഒന്ന് ചൂടാക്കി വെച്ചെടുത്താൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഓൾറെഡി ഇത് ചൂടാക്കി വെച്ചേക്കണതാ. അതുകൊണ്ട് പിന്നെ ഇനി രണ്ടാമത് ചൂടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ ഉണക്ക ചെമ്മീൻ ജസ്റ്റ് മിക്സിയുടെ ചമ്മന്തിയൊക്കെ അരക്കണ കുഞ്ഞു ബൗളില്ലേ, അതിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. വെള്ളമൊന്നും ചേർക്കണ്ട, വെറുതെ. എന്തിനാന്നറിയാമോ? അപ്പം ഈ കുറച്ചൊന്ന് പൊടിഞ്ഞിരുന്ന ടേസ്റ്റ് ഇച്ചിരൂടെ മാങ്ങയിലേക്ക് വേഗം പിടിച്ചോളും. അതിനു വേണ്ടി നമുക്കതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം, എന്നിട്ട് കാണിച്ചു കൊടുക്കാം. ബൗൾ എടുത്തോണ്ട് വരട്ടെ. നമ്മളിതേ ഉണക്കച്ചെമ്മീൻ ഈ ബൗളിലേക്ക് ഇടുവാണ്. ഈ ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ടാണ് ടേസ്റ്റ് പിടിച്ചു കിട്ടാൻ വേണ്ടി ഇതിങ്ങനെ ക്രഷ് ചെയ്ത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണതാണ്. പച്ചച്ചെമ്മീൻ ആകുമ്പോൾ ഇങ്ങനത്തെ ആവശ്യമില്ലാട്ടോ, ഡയറക്റ്റ് സത്ത് ഇറങ്ങുമല്ലേ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ, ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. തുറന്ന് കാണിക്കാം. കണ്ടോ, ചെറിയായിട്ടൊന്ന് പൊടിയും. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് ആദ്യം ഇതൊന്ന് തിളപ്പിക്കണം. ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ അത്യാവശ്യം സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇടുക, തിളപ്പിക്കണം. ഇത് ഞാൻ ഇത് കഴുകൂല, കാരണം തേങ്ങ അരയ്ക്കാനുള്ള കൊണ്ട് ഇതിൽ തന്നെ തേങ്ങ അരയ്ക്കണം. ഇനി നമുക്ക് ഇതിന് പാകത്തിനല്ല, മാങ്ങയ്ക്കും കൂടെ ഉള്ള ഉപ്പങ്ങ ചേർത്തേക്കാം. ഇച്ചിരി ഉപ്പ് ഇരുന്നോട്ടെ, മാങ്ങയ്ക്ക് ചേർക്കേണ്ടതല്ലേ ഉള്ളൂ. ഇത് ചുമ്മാ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് മാങ്ങ കഷ്ണം വേവിക്കാനിടണം. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് കഴിയും ഇതിന്റെ പരിപാടി. നമ്മൾ ഇരുമ്പമ്പുളി ഉണക്കച്ചെമ്മീനും ലൈവ് പിടിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഇരുമ്പമ്പുളിക്ക് പകരം മാങ്ങയാന്ന് മാത്രം, പച്ചമാങ്ങ. ഞാൻ തിളക്കട്ടെ കേട്ടോ. ഇരുമ്പമ്പുളിയുടെയും ചെമ്മീന്റെയും വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. എല്ലാവരും പോയി ചെക്ക് ചെയ്യണേ. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഡിഷാണ്. പഴമയുടെ രുചിയാണ് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് 2 ട്രിപ്പായിട്ട് ചെറിയ ബൗള്, വലിയ ബൗളിൽ എടുക്കണം. എന്നാൽ വലിയ ബൗളിൽ അങ്ങ് അരയ്ക്കാം. അത് ഞാൻ ഓർത്തില്ലല്ലോ. നമുക്ക് വലിയ ബൗളിൽ തേങ്ങ ഒറ്റയടിക്ക് അങ്ങ് ഇട്ടേച്ച് അതിനാവശ്യത്തിന് തേങ്ങയും എല്ലാ സംഗതി അങ്ങ് ഇടുക വേവിക്കാനായിട്ട്. വേവിക്കാനോ അല്ല, എല്ലാ സംഗതികളും ബൗളിലേക്ക് ഇടുക അരയ്ക്കാനായിട്ട്. പറഞ്ഞത് മാറിപ്പോയി, ചൂട് കാരണേ ഓർമ്മയൊക്കെ പോവാ. ഇനി ഇതിന് പാകത്തിന് കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ഒഴിക്കണ കാണിക്കാം കേട്ടോ. അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് എത്രത്തോളം അറിയാവോ അരയിലാണ് ഈ കറിയുടെ ഇത്. ഈ തേങ്ങയരിപ്പറിയൊക്കെ ഏറ്റവും നന്നായിട്ട് അരഞ്ഞാൽ അത്രയും ടേസ്റ്റാ മോനെ. പണ്ടൊക്കെ കല്ലിൽ അരച്ചോണ്ടിരുന്നു, ഇപ്പൊ കല്ല് പരിപാടി ഇല്ലല്ലോ. വെള്ളം ഒഴിച്ച് കണ്ടോ, ഇത് നമുക്ക് അടപ്പ് വെച്ച് അടച്ചോണ്ട് ഞാൻ നന്നായിട്ട് അരയണം. എത്രയും ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് അറിയാവോ അത്രയും നല്ലതാ. കറണ്ട് പോണതിന് മുമ്പ് അരച്ചാലോ.
എന്തേ മാങ്ങ ഇടുക കേട്ടോ വേവിക്കാനായിട്ട്. എന്തേ ഞാനൊരു സ്വല്പം മാങ്ങയുടെ മാറ്റി വെച്ച്, എന്താണെന്നറിയുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് എനിക്ക് പുളി കൂടി പോകുമെന്ന് അരപ്പ് ചേർക്കണ്ട. അതുകൊണ്ട് ഇച്ചിരി ഞാൻ മാറ്റിയത് ചമ്മന്തിക്കല്ലോ എടുക്കാം. ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ, കയ്യിലെടുത്തുകൊണ്ട് വയ്ക്കാം. ഒന്ന് ഇളക്കി കൊടുത്തേക്കാം അല്ലേ, മാങ്ങ ഇട്ടതല്ലേ. മാങ്ങ വെന്ത് കഴിഞ്ഞിട്ടാട്ടോ അരപ്പ് ചേർക്കണം. എന്നിട്ടേക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കാം അല്ലേ. ഇതിനില്ലേ മാങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് മുളക് പൊടി ചേർത്താം, എരിവ് മുളക് പൊടി ഒരു പൊടിക്ക്. മാങ്ങയിൽ ഒന്ന് കഷ്ണത്തെ പിടിക്കാൻ വേണ്ടി അരപ്പിൽ ചേർത്തിട്ടുണ്ട് നമ്മൾ. എന്നാലും ഇതേ കാണിച്ചു തരാം, ഒരു പൊടിക്ക് മതി. ഇതേ ജസ്റ്റ് ഇതേ മാത്രമേ അരപ്പിൽ മുളകുണ്ടല്ലോ, തേങ്ങ അരപ്പിൽ. ഫുൾ ഫ്ലെയിമിലാണോ? അതെ അതെ, ഫുള്ളിൽ വേണം, മാങ്ങയല്ലേ. ഇനിതേ അരച്ചത് നമുക്കിതേ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കോ. നന്നായി അരഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി അരപ്പയിൽ കിടക്കണം, ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിൽ വെച്ചാൽ മതി. ചാറിന് വേണ്ടി വെള്ളം വേണമല്ലോ, കുറച്ച് അതിൽ ഇരിപ്പുണ്ടാകും. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിലേക്ക് ചേർക്കാം കേട്ടോ, കലത്തിലേക്ക് ചേർക്കാൻ നേരത്തെ. നന്നായിട്ട് ചെമ്മീൻ, ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടെ മിക്സായി. ഇതേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കൈ ഞെക്കാൻ പറ്റൂല, എന്നാണ് ഭയങ്കര ചൂടാതെ. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ, ആവി ഭയങ്കര ചൂടായി, കലത്തിന്ന് എടുക്കൂലേ. അതാ ഇനി നമുക്ക് എന്നാന്നോ നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കണം. അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് മിക്സി കഴുകി വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ച് കഴിയുമ്പോൾ മാറ്റി വെച്ച് കടുക് വറക്കാം. എല്ലാ ചാറുകറിയും പോലെ തന്നെ. അപ്പൊ നമുക്ക് അരപ്പ് ആദ്യം അങ്ങ് ചേർക്കാം അല്ലേ. അരപ്പ് ചേർക്കുക കേട്ടോ. ചേർത്തോ. ഇരിക്കുമ്പോൾ പുളി വരും, നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തേങ്ങ ഫുള്ള് അരച്ചെടുത്തത്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പുളിയാവും. നാളത്തേക്ക് ഈ കറി ഇരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ പറയും എനിക്ക് വേണ്ട, പുളി കണ്ടമാനാണ്. അതുകൊണ്ട് ഞാൻ ആ അരപ്പ് കംപ്ലീറ്റ് അങ്ങ് ചേർത്തതാണ്. പിന്നെ വിഷയമില്ല. കഴുകി ഒഴിക്കണ്ടേ? കഴുകുക. അതേ അതിനെ മിക്സിയിൽ വെച്ചേക്കണം, ഒഴിക്കുക കേട്ടോ. അതെ മിക്സി കഴുകിയ വെള്ളം ഇത്ര വെള്ളം ഒഴിക്കും അല്ലേ? വെള്ളം എന്തോരം ആവശ്യമുണ്ടോ അത്രയും, ചാറ് എന്തോരം ആവശ്യമുണ്ടോ അത്രയും. ഇത് ഇരുന്ന് കുറുകണ കറിയാണ്. തേങ്ങയരപ്പ് കറികളെല്ലാം ഇരുന്ന് കുറുകും, തേങ്ങ അരക്കണതാണ്. അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വല്പം നേർപ്പിച്ച് വാങ്ങിക്കോളണം, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കുറുകലായി പോകും. ഇച്ചിരി ഓർഡിനറി വെള്ളവും കൂടെ ചേർക്കണം, അരപ്പല്ലാത്തത്. ഇത്ര മതി. അപ്പൊ പാകം. ഇത് പാകം. അത് ഞാനൊന്ന് അതിന്റെ അളവ് കൺസിസ്റ്റൻസി ഇതേ കാണിച്ചു തരാം. ദേ ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് തിരിച്ച് കാണിക്കാം. ഈ കൈ വശയില്ലെങ്കിൽ ദേ എടുത്തോട്ടോ. ദേ കാണിക്കട്ടെ. ദേ ഇങ്ങനെ അതിന്റെ കൊഴുപ്പ് ഇങ്ങനെ കുറച്ച് നേർത്തിരിക്കണം, തീരെ കൊഴുപ്പും ആവരുത്. അപ്പൊ പാകമായിട്ട് തണുത്ത് കഴിയുമ്പോ പാകാവും. ഇതിപ്പോ ഇന്ന് വൈകുന്നേരം ആയില്ലേ, ഇന്നിപ്പോ അത്താഴവും നാളെ ഉച്ചത്തേക്കും കൂടെ ഉപയോഗിക്കാനുള്ളതായത്. അല്ലെങ്കിൽ പിന്നെ കണ്ടമാനം കുറുകലായി പോകും. ഇത് കറക്റ്റാ. ഇനിയിപ്പൊ തിളച്ച് കഴിയുമ്പോ ഓഫ് ചെയ്യുക, എന്നിട്ട് കടുക് വറക്കുക, മൂടി വെക്കാം. അല്ല മൂടണ്ട, തിളച്ച് വരുന്നത് നോക്കണം നമുക്കതേ. വേഗം കൊതകൊതാന്നിങ്ങനെ തിള വരുമോ, നേരെ മാറ്റണം ബർണറിയുന്ന, എന്നിട്ട് കടുക് വറുത്താണ്. തിളച്ച് വന്നിട്ട് അതേ പൊതപോതാന്ന് പൊങ്ങിയത് കണ്ടതേ. അങ്ങനെ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്ത് നമുക്ക് മാറ്റാം കേട്ടോ. ഇനി കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ നല്ല സൂപ്പറായിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചു കറി ഇങ്ങോട്ട് മാറ്റിട്ടേട്ടോ. അതെ കടുക് വറുത്ത് കഴിഞ്ഞ് ഇനി എടുക്കാം. നല്ല ടേസ്റ്റ് അയച്ചിരുന്നേ ഞാൻ തരാം. ചൂട് ഒന്നായിട്ട് ചൂട് നല്ല ചൂടായിട്ട് തരാം. ടേസ്റ്റ് ചെയ്യാൻ സ്വല്പമായിട്ട് ഒഴിക്കണോളൂ ചൂട്. ഉണ്ടോ? നല്ല കറിയാ, അടിപൊളി നല്ല കറിയാ. പുളി ഇറങ്ങൂട്ടോ. വെക്കുമ്പോ അത്രയും പ്രേക്ഷകരെ ശ്രദ്ധിച്ചോളണം. ഞാൻ ചുമ്മാ എൻ്റെ ഒരു ടിപ്പ് പറയണതാണ്. വെച്ച് വാങ്ങുമ്പോ പുളി കുറവാണെന്ന് തോന്നിയാലും ഒരു അരമണിക്കൂറിനകം പാകം പുളി ആയിക്കോളും, പുളി ഇറങ്ങിക്കോളും. അപ്പൊ സ്വല്പം തേങ്ങ കൂടുതൽ അരച്ച് വേണം എപ്പോഴും വെക്കാനായിട്ട് കേട്ടോ. വളരെ ശ്രദ്ധിക്കണം. ഈ ഞാൻ അങ്ങനെ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ പുളി താല്പര്യം അധികം ഇല്ലാത്തവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ, ഒരുപാട് പുളി ഇഷ്ടമുള്ളവർക്ക് ഇതൊന്നും വിഷയമല്ല, ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം മാങ്ങ മപ്പാസ്, മാങ്ങ ചെമ്മീൻ, ഇരുമ്പുളി ചെമ്മീൻ, ചക്കക്കുരു മാങ്ങ ഇതൊക്കെ ഇരുന്ന് പുളിച്ചോളൂ. ഞാൻ കടുക് വറക്കാൻ പാത്രമൊക്കെ എടുത്തോണ്ട് വന്നു വേഗം. പൊട്ടിക്കാനായിട്ട് എണ്ണ ഒഴിക്കുക കേട്ടോ. എണ്ണ ഒഴിച്ചോ. ഒന്ന് മതി, എണ്ണ അധികം വേണ്ട അല്ലേ, കടുക് പൊട്ടിക്കാനുള്ളതല്ലേ, ഒലത്തൊന്നും അല്ലല്ലോ. എന്നിട്ട് നമുക്ക് കടുകും പൊട്ടിച്ച് വേഗം ചോറുണ്ണാം. ചൂട് കാലം.
കടുക് ഇടുക കേട്ടോ. അതെ, കടുക് ഇട്ടു. ഞാൻ കടുക് പൊട്ടി കഴിയുമ്പോൾ ഉള്ളിയും വേപ്പിലേ. അതെ, ഞാൻ വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിന് ഉലുവയൊന്നും വേണ്ട കേട്ടോ. കടുകും ചുവന്നുള്ളി വേപ്പിലയും മാത്രം. ഞാൻ ഇത് കടുക് വറക്കുമ്പോ വറ്റൽമുളക് ചേർക്കണില്ല കേട്ടോ. എല്ലാത്തിനും വറ്റൽമുളക് വേണ്ട അല്ലേ, ഒരു വെറൈറ്റി ഇരിക്കട്ടെ. കടുക് പൊട്ടി ഞാൻ ഉള്ളിയും കൂടെ ഇടുവാണേ. ഇനി അത് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചേർക്കാം. പെട്ടെന്നൊരു കറി തയ്യാറായില്ലേ. തേങ്ങ ചിരണ്ടി അരച്ചെടുക്കാൻ താമസമുള്ളൂ. ഉണക്കച്ചെമ്മീനാകുമ്പോൾ പിന്നെ തലയും വാലും കിള്ളിയാൽ മതി. പച്ചപ്പ് ചെമ്മീറ്റിൻ്റെ പോലെ കിള്ളി എടുക്കണ്ടല്ലോ. പിന്നെ മാങ്ങ അരിഞ്ഞെടുക്കുക, അത്രേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കാം. എനിക്കിതൊക്കെ വലിയ ഇഷ്ടമായി. പഴയ ഒഴിച്ചുകറികൾ നല്ല കറിയല്ലേ, നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റിയാണ്. മൂത്ത് നമുക്ക് കരിയാതെ ഓഫ് ചെയ്താലോ. ഓഫ് ചെയ്തേ. ചട്ടി ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെച്ച് ഒഴിക്കട്ടെ. പരിപാടി കഴിഞ്ഞു. അപ്പ അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്, നല്ല മണം പന്നുണ്ട്, എന്നാ കറി ഉണ്ടാക്കണേന്ന്. ഞാൻ മിണ്ടിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്താന്നുള്ളത്. നല്ല മണം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അടിപൊളി ഉണക്ക ചെമ്മീനും പച്ചമാങ്ങയും ഇട്ടിട്ടുള്ള ചാറ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അരപ്പ് കറി. അതെ അതെ അതെ, കൺസിസ്റ്റൻസി അന്നേരം നമ്മൾ ഇച്ചിരി ലൂസിലല്ലേ കാണിച്ചത്. ഇപ്പൊ ഒന്ന് കോരി കാണിക്കാം. സ്വല്പം ഇരുന്നോളൂ, ചൂടൊന്നും മാറിയില്ല. ഇപ്പൊ കൊഴുത്തത് കണ്ടോ. അതാ ഞാൻ പറഞ്ഞ സ്വല്പം നേർപ്പിച്ചെടുക്കണം. അതെല്ലാ തേങ്ങയരപ്പ് കറി അങ്ങനെയാട്ടോ. ഈ കറിന്നല്ല കേട്ടോ, തേങ്ങ അരച്ച് വെക്കുന്ന എല്ലാ കറിയും സ്വല്പം ലൂസ് ഫോമില് നമ്മള് വാങ്ങുക, ഇരുന്ന് കുറുകും. കണ്ടോ, നല്ല സ്മെല്ല്, നല്ല ചൂടോടുകൂടി നമുക്ക് ഇനി ഊണ് കഴിക്കാം. അടിപൊളി ടേസ്റ്റ്, നടുക്കായിട്ട് ഇതങ്ങ് ഒഴിക്കണം. അതെ അതെ അതെ. ഓ, പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മയുടെ ചെറുപ്പത്തിലൊക്കെ പച്ചച്ചെമ്മീൻ ലഭ്യത കുറവായതുകൊണ്ടില്ലേ, ഈ ഇരുമ്പമ്പുളിയും പച്ചമാങ്ങയൊക്കെ സാധാരണ ഇങ്ങനെ ഉണക്കച്ചെമ്മീൻ ഇട്ടങ്ങ് വെക്കും വലിയ കലത്തിലാണ്. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ചോറെടുത്ത് വെച്ച് നടുക്ക് ഇങ്ങനെ വഴങ്ങി വെച്ച് ഒരു കുഴി പോലെ പാത്രത്തിൽ വെച്ച് വെച്ച് ഇതില് ഇതങ്ങ് കോരി ഒഴിക്കും. എന്നിട്ട് കുഴി അടയ്ക്കും. നാളെ നമുക്ക് അങ്ങനെ കാണിച്ചു കളയാം. നാളെയല്ല, ഇന്ന് വൈകിട്ട് ഉണ്ണുമ്പോ തന്നെ കാണിക്കാം, എടുക്കാം. അപ്പൊ നിങ്ങളെ വീണ്ടും കൊതിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഡിഷായിട്ട് വീണ്ടും കാണും വരേക്കും. ബൈ ബൈ. ബൈ ബൈ. ദേ നമ്മുടെ ചെമ്മീനും മാങ്ങയും നമ്മൾ ചോറിൽ ഒഴിച്ച് ഉണ്ണാൻ പോവാണ്. ഇത് മൊമ്മയുടെ ചോറാന്നാ മൊമ്മ പറഞ്ഞേ. അപ്പൊ നെക്സ്റ്റ് ഡേയിലാണ് നമ്മളിത് ഒഴിക്കാൻ പോണേ കേട്ടോ. ചോറിൽ ഒഴിക്കണേ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കാൻ വേണ്ടിയാ. ഒഴിച്ചോ മൊമ്മ? അതെ അതെ അതെ, അടിപൊളി. ചാറ് ശരിക്കും ഇരിക്കട്ടെ. ഞാൻ കുറച്ച് കോരി കറി വെച്ചു കൂട്ടോ ചട്ടിന്ന്. മൊത്തം ഇരുന്നത് താഴ്ത്തി ഒഴിക്ക്, താഴ്ത്തി. അങ്ങനെ വേണം ഒഴിക്കാൻ. ഓ, ഇപ്പൊ ചോറ് കാണാൻ മേലാത്ത പോലെ ആയല്ലോ കറി. ഇത് മതി. ഒത്തിരി ആയി പിന്നെ പുളി ഉണ്ടല്ലോ, കണ്ടമാനം ഇതായി പോകും. ഇപ്പൊ നിങ്ങളെ എല്ലാം ഒന്ന് കൊതിപ്പിച്ചു.